ഫൈസലേ ഇത് നോക്കുന്നോ? ഒന്നെടുത്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അവയാണോ എടുക്കണേ? ഇത് നിനക്ക് കുറച്ച് വലുതല്ലേ? ഇതെനിക്കല്ല, ഉമ്മാക്ക. ആഹാ, ആ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഷഹാനയുടെ ഉമ്മയാണെങ്കിൽ ഷഹാന തിരിച്ചു പോകുമ്പോൾ കൂടെ വരുമായിരിക്കുമല്ലേ? അതെനിക്കറിയില്ല. ഇനി ഉമ്മ വന്നില്ലേലും ഉമ്മാന്റെ കൂടെ ഞാൻ അവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ ജോലി നോക്കിക്കൂടെ? അല്ലേ ദിവ്യ? അതെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എന്തായാലും നീ എന്റെ CV ഒന്ന് അയക്ക്. ദിവ്യ, ഒന്ന് ബോസിനോട് സംസാരിക്കുമോ? ആ സംസാരിക്കാം. ഞാനിതൊന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ. ദിവ്യ പറഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാ. ദിവ്യ ബിസിയാണോ? എന്തേ? ഈ കണ്ണട എങ്ങനെയുണ്ട്? ഒന്ന് പോയിരുന്നു. കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഫൈസലേ, എടി, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ആവണമെന്നില്ല. ഫൈസൽ ഒരു മനുഷ്യപ്പറ്റിന്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം. ഞാനൊരു പൊട്ടിയൊന്നുമല്ല, നീ ഒന്നും മിണ്ടാതിരിക്കെ. അവൾ ഇവിടെ നിർത്താൻ തന്നെ താല്പര്യം. വേണ്ട, കുറച്ചു മുന്നേ കുടിച്ചേ ഉള്ളൂ. ഞാൻ CV മെയിൽ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ടും കയ്യിലുണ്ട്. നാളെ ഓഫീസിൽ പോകുമ്പോ തരാട്ടോ. അത് ഷഹാന ഫൈസലിന്റെ അടുത്ത് ഏൽപ്പിച്ചാൽ മതി. ബോസിന്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കാൻ എന്നിലും ബെറ്റർ ഫൈസലാ. ഞാൻ എന്നാ കുളിച്ചിട്ട് വരാം. നീ ചായ കുടിക്കാം. فاطمة، أنا خبرتك هذاك الشخص يجلس هناك، هذيك يفكروها هذيك أمك. انتوا تعالوا شوفوها. فاطمة تشتغل معي 20 سنة، ما أفكرها أمك. سليم مخبرني أول، بدقي وشوفوها. ആരാ? എവിടുന്നാ? هذا هو أول مرة يسمع أنا كلام مال باري قبل 20 سنة. ഇതെന്റെ ഉമ്മയല്ല. ഹലോ ഫൈസലേ. ആമജി, എടാ എന്താ പോയിട്ട് അവരെ കണ്ടാ? ആ കണ്ടു, പക്ഷെ അത് അവരല്ല. പറ്റി? ഞാൻ കാണുമ്പോ പറയാം. എന്നാ ഓക്കെ. ആ ശരി. ആ സ്ത്രീയുടെ മുഖം കണ്ടിട്ട് അവരെ കാണാൻ ബന്ധുക്കൾ ആരോ വന്നതുപോലെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്ന മുഖത്ത്. ആരെങ്കിലും അവരെ തേടി വരുമെന്ന് അവരും കാത്തിരിക്കായിരിക്കും. ദിവ്യന്റെ വീട്ടിലായോണ്ട് ഷഹാനയ്ക്ക് ഫുഡൊക്കെ ഓക്കെ ആയിരിക്കും അല്ലേ? മോളെ, എന്തെങ്കിലും സ്പെഷ്യലി വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ബ്ലസ്സിൽ വെക്കുക. ഇതവനെ വയസ്സിലെ അവളുടെ ടെൻഷൻ ഇപ്പൊ ആവുന്നല്ലേക്കാ. സലീംക്ക അടുത്ത് ബിദിയുടെ കാര്യം കേട്ടപ്പോ മൂപ്പര് ഗൂഗിൾ ചെയ്ത് നോക്കിന്നാ തോന്നുന്നത്. ഇപ്പൊ ഓരോ സംശയങ്ങളാ. ആ, എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഭരതേട്ടന്റെ പരിചയമുള്ള റിപ്പോർട്ടറാ ആ ന്യൂസ് കവർ ചെയ്തിട്ടുള്ളത്. മിസ്റ്റർ സാമുവൽ. അത്ര സംശയം ഉണ്ടെങ്കിൽ മൂപ്പരെ കാണാൻ ഏർപ്പാടാക്കിയാ. ആ, അത് നല്ലതാ. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ. നമുക്ക് പോവാം. ആ, അതന്നെ. അതെ, ഇപ്പൊ സമാധാനമായിട്ട് ഫുഡ് കഴിക്കും. ആ മീനൊക്കെ എടുത്ത് കഴിച്ചേ.
ഡാ, ആ നീ ഷഹാനയുടെ ആവശ്യങ്ങൾക്കായിട്ട് നടക്കുമ്പോഴേ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പ്രശ്നമാവില്ലേ? ചെറിയ പ്രശ്നമാണ്. ഉം. പിന്നെ സാബിക്കൊക്കെ അറിയാലോ, ഉപ്പ വയ്യാണ്ട് നടന്നപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും എൻ്റെ എല്ലാ കാര്യവും നോക്കിയതും സലീംക്കാണ്. മൂപ്പര് എനിക്കെൻ്റെ ഉപ്പാനെ പോലെ. അപ്പോൾ മൂപ്പര് ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കേണ്ട എൻ്റെ കടമയല്ലേ? അറിയാടാ, അറിയാം. ഇവിടുത്തെ സിസ്റ്റം നിങ്ങൾക്കറിയാലോ. അക്കാലത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പുറത്തു വിടാൻ കഴിയായിരുന്നില്ല. ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. 2002 മാർച്ചിലാണ് ആ ഫ്ലഡ് ഉണ്ടായത്. അന്ന് ഈ ബിദിയെന്ന് മാത്രം ഏകദേശം 200ഓളം വീടുകളാ ഒലിച്ചു പോയത്. 100ഓളം ആൾക്കാർ മരണപ്പെട്ടു. അതാണ് അനൗദ്യോഗികമായ കണക്ക്. എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ വഴിയുണ്ടോ? അന്ന് ഞാൻ കളക്ട് ചെയ്ത് വെച്ച കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്, പേപ്പർ കട്ടിങ്സും ഫോട്ടോസൊക്കെ. അത് ഞാൻ നിങ്ങൾക്ക് തരാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അന്ന് ഈ ബിദിയെന്ന് രക്ഷപ്പെട്ട ആളുകൾ ഒമാന്റെ പല ഭാഗങ്ങളായി ജീവിച്ചിരിപ്പുണ്ട്. അതിൽ നിന്നും നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാ. നിങ്ങൾ എംബസിയിൽ അന്വേഷിച്ചിരുന്നോ? ഇല്ല. എംബസിയുടെ സഹായം ഇല്ലാതെ ഒന്നും നടക്കില്ല. അവർ വഴി മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഏതായാലും ഞാൻ ആ ഡോക്യുമെന്റ്സ് എടുത്തു തരാം. നമുക്ക് സലീം ഖാനോട് പറയാം. മിസ്സിംഗ് കേസിലും ഡെത്ത് കേസിലും പെട്ടവരുടെ ഡീറ്റെയിൽസ് നാട്ടിലെ അവരുടെ ബന്ധുക്കൾക്ക് അന്നേ കൈമാറിയിട്ടുണ്ട്. എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറയാം. അന്ന് ആ സംഭവത്തിന് ശേഷം അവിടെ താമസിച്ചിരുന്ന പലരും പലയിടങ്ങളിലായിട്ട് പോയിട്ടുണ്ട്. അവിടെ ആ സമയത്ത് യമനിൽ നിന്നുള്ള ഒരുപാട് കുടിയേറ്റക്കാർ താമസിച്ചിരുന്നു. ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവരിൽ പലരും യമനിലേക്ക് മടങ്ങിപ്പോയതായിട്ട് നമുക്കറിയാം. ഉമ്മ ഇവിടെ ഹൗസ് മെയ്ഡ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. അങ്ങനെയെങ്കിൽ ഈ ഒരു സാധ്യത കൂടി നോക്കിക്കോളൂ. അന്ന് യമനിലേക്ക് മടങ്ങിപ്പോയ ഏതെങ്കിലും ഒരു ഫാമിലിയുടെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിലോ? അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുക? ഇത്രയും വർഷമായില്ലേ. ഞാനൊരാളുടെ കോണ്ടാക്ട് തരാം. ആള് പണ്ട് പോലീസിലായിരുന്നു. അന്നത്തെ ഈ സംഭവത്തിന്റെ അന്വേഷണവും റിപ്പോർട്ടും ചെയ്തത് ഇദ്ദേഹമായിരുന്നു. ഒരുപക്ഷെ അന്ന് വിധിയിലുണ്ടായവരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇയാളിൽ നിന്ന് കിട്ടുമായിരിക്കും. ശ്രീനിവാസൻ സാറ് പറഞ്ഞ പോലീസ് ഓഫീസറെ കാണാനുള്ള പരിപാടി നോക്കിയിട്ട് ഞാൻ പറയാം. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ, എനിക്കൊന്ന് റൂം വരെ പോകാനുണ്ട്. ഞാൻ വിളിക്കാം, പോട്ടെ. ഹലോ സാബിക. എന്തായിടാ പോയിട്ട്? ചില വിവരങ്ങളും സംശയങ്ങളും പറയുന്നുണ്ട്, അന്വേഷിക്കണം. സലീംക്ക് കൂടെ ഇല്ലേ? സലീംക്ക് ഇപ്പം ഇറങ്ങിയുള്ളൂ. ശരി. അതെ സാബിക, ഷാനായിട്ട് ഒരു ജോലിക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവർ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. ഈ ബുധനാഴ്ചയാണ്. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ ഫ്രീ ആകാൻ പറ്റൂ. എനിക്കന്ന് വൈകിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെന്താ, ഞാൻ കൊണ്ടുപോയിക്കളടാ, അതൊന്നും കുഴപ്പമില്ല. ശരി, ഓക്കെ. കേറിക്കോ. Mr. Srivas, they called me from embassy last week, and they will take 4 to 5 days to get all the informations. That's why I call you to come here today. Yeah, I know. Srinivas sir told me. It got all the details. Who's the people traveling to Yemen from 2000 to 2008? Officially, it's 700. From this, 124 is from Bidiya locality. But I'm sorry, I didn't find any name is matching in your description. So, only Yemenis in this list? No, some of worker traveling with them, but no any Indian in the list. Oh.